ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സും കുറച്ച് കലാത്തിയ പ്ലാന്റ്സും പിന്നെ ഒരു ഫിലോഡോഡൻഡ്രോൺ അങ്ങനെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പിട്ടിട്ടുള്ള പഴയ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. DTDC കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുന്നത്. കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്ലാൻസിലേക്ക് കടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് ഗോൾഡൻ പപ്പായയുടെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു പോട്ട് തന്നെയാണ് ഇത്. നല്ലപോലെ കളർ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. ഡബിൾ ഷൂട്ട് പ്ലാന്റാണ്. ഇത് നല്ല രീതിയിൽ വേരൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഇത് നടുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ വേരൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൂടി ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലാന്റ്സിന് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സാണ്. മദർ പ്ലാന്റ് സൈസുള്ള പ്ലാന്റുകളാണ്. ഡബിൾ ഷൂട്ടാണ്. 550 രൂപയാണ് ഈ പോട്ടിൻ്റെ വില. ഇതേപോലെ ഇത് കുറച്ച് നാൾ മുമ്പ് ഇത് നടുന്നതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. കണ്ടില്ലേ? എന്താ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. നല്ലപോലെ വേരുകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഇനി അടുത്തത് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റാണ്. റെഡ് സ്റ്റാർഡസ്റ്റ് ആണ്. നല്ലപോലെ റെഡ് കളർ വന്നിട്ടുള്ള പ്ലാന്റാണ്. 400 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. വലിപ്പമുള്ള പ്ലാന്റുകളാണ്. 400 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇത് മറ്റൊരു പ്ലാന്റാണ്. ഏകദേശം ഇതേ സൈസൊക്കെയുള്ള പ്ലാന്റുകളാണ്. അല്പം ഒക്കെ വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോൾ ഈ പ്ലാന്റ് തമ്മിൽ ചെറിയ വ്യത്യാസം. അതേപോലെ തന്നെ ഏകദേശം സൈസ് എല്ലാ പ്ലാന്റ്സിൻ്റെയും ഇത് തന്നെയാണ്. നല്ലപോലെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റാണ്. സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇതേപോലെ കളർ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കാം. അടുത്തതൊരു ബുഷി പോട്ടാണ്. ഡയമണ്ട് പിങ്കിൻ്റെ ബുഷി പോട്ടാണ്. ഡയമണ്ട് പിങ്കിൻ്റെ ഡബിൾ ഷൂട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. അല്പം സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ്. അതായത് വീഡിയോയിൽ നമുക്ക് കാണാമല്ലോ, സൈസ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ്. 450 ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നല്ലപോലെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ് 450. ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ്. ഇനി അടുത്തത് അഞ്ചുമാൻ്റെ ബുഷി പോട്ടാണ്. ഇതും ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ്. കളർ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് ഉള്ളത്. 450 രൂപയാണ് ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ്. വലിയ പ്ലാന്റുകളാണ്. അഞ്ചുമാൻ ബുഷി പോട്ട് 450 രൂപ. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് ബൗൾ കോമ്പാക്റ്റയുടെ പ്ലാന്റുകളാണ്. നല്ല ബൗൾ ഷേപ്പ് ലീഫുള്ള വലിയ പ്ലാന്റുകളാണ്. 400 രൂപയാണ് പ്ലാന്റുകളുടെ വില. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ലീവ്സ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. നല്ല വലിപ്പമുള്ള ലീഫുകളാണ്. 400 രൂപയാണ് ഓരോ പ്ലാന്റിൻ്റെയും പ്രൈസ്. അത് നല്ല കട്ടിയുള്ള ലീഫുകളാണ്. പെട്ടെന്ന് തന്നെ വളരുന്ന പ്ലാന്റുകളാണ്. നമ്മൾ പോട്ടിംഗ് മിക്സിലേക്ക് മാറ്റി നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് വരുന്ന പ്ലാന്റുകളാണ്. നല്ല വലിപ്പത്തിൽ വളരുന്ന പ്ലാന്റുകളാണ്. ഇനി അടുത്തത് ട്രൈ കളറാണ്. ട്രൈ കളറിൻ്റെ മദർ പ്ലാന്റ് സൈസുള്ള വലിയ പ്ലാന്റുകളാണ്. 380 രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ്.
എനിക്ക് നല്ല ഭംഗിയിൽ നല്ല പോലെ തന്നെ കളറ് വ്യത്യാസമൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 3 കളറും നല്ല രീതിയിൽ അറിയാൻ പറ്റുന്ന പ്ലാന്റുകളാണ്. വലിപ്പമുള്ള പ്ലാന്റുകളാണ്. 380 ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് ചൈന റെഡിൻ്റെ പ്ലാന്റുകളാണ്. ചൈന റെഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. 250 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. കളറൊക്കെ നല്ലപോലെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. അറിയാമല്ലോ, ഇതാണ് ഈ സ്റ്റോക്കിലിരിക്കുന്ന പ്ലാന്റുകൾ. ഇപ്പോൾ ആ ഗ്രീൻ കളറൊക്കെ മാറി നല്ല പിങ്ക് കളറ് വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 250 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. സൈസ് ഞാനിപ്പോൾ കാണിച്ച അതേ സൈസുള്ള പ്ലാന്റുകളാണ്. ഇനി നമുക്ക് അടുത്ത വേറൊരു വെറൈറ്റി പരിചയപ്പെടാം. അലോക്കേഷ്യ പോളിയാണ്. അലോക്കേഷ്യ പോളിയുടെ അത്യാവശ്യം വലിയ പ്ലാന്റാണ്. കണ്ടില്ലേ, ഈ ലീഫിൻ്റെ സൈസ് ഇത്രയുണ്ട്. ഇവിടെ കൈക്കാട്ടിലൊക്കെ വലിയ ലീഫുള്ള പ്ലാന്റുകളാണ്. അതിൻ്റെ ലീഫ് പാറ്റേൺ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ പ്ലാന്റ്സ് നമ്മുടെ ഗാർഡനിലും മറ്റു ചെടികളുടെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പ്ലാന്റുകളാണ്. അതിൻ്റെ ആ ലീഫിൻ്റെ സ്ട്രക്ചറും പാറ്റേണുമായിട്ട്. 270 അലോക്കേഷ്യ പോളിയുടെ പ്രൈസ്. നെക്സ്റ്റ് ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ്. ഫിലോഡെൻഡ്രോണിൻ്റെ ഗ്ലോറിയോസുമാണ്. ഗ്രീൻ ലീഫിൽ നല്ല സിൽവർ ലൈൻസ് ഉള്ള പ്ലാന്റുകളാണ് ഗ്ലോറിയോസത്തിൻ്റെ വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ്. അതിൻ്റെ ലീഫിൻ്റെ ഈ സിൽവർ ലൈൻസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഇത് ക്ലൈംബിംഗ് ഫിലോഡെൻഡ്രോൺ അല്ല, ക്രൗളിംഗ് ടൈപ്പാണ്. ഇപ്പം നമ്മൾ വെക്കുന്ന ചട്ടിയുടെ അനുസരിച്ച് ആ ചട്ടിക്ക് ചുറ്റുമായിട്ട് ഇത് നല്ല രീതിയിൽ പടർന്നു വളരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ തന്നെ നല്ല ബുഷായിട്ട് ഒരു റൂമിൻ്റെ ആയാലും നമ്മുടെ പോർച്ചിൻ്റെയോ സിറ്റൗട്ടിൻ്റെയോ ഒക്കെ കോർണറിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഗ്ലോറിയോസും 250. ഇനി നമുക്ക് കലാത്തിയ വെറൈറ്റീസാണ്. കലാത്തിയയുടെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള വെറൈറ്റിയാണ് ഒർണാട്ട. കലാത്തിയ ഒർണാട്ടയുടെ ബുഷി പൂട്ടുകളാണിത്. നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ്. 330 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നല്ലപോലെ വേരൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ്. അതെ, 330 ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ്. ഒർണാട്ട നമുക്ക് നമ്മൾ പ്ലാന്റ് ഇടുമ്പോൾ തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ഒർണാട്ട. നിങ്ങൾക്ക് ആ ലീഫിൻ്റെ ആ ഡിസൈൻ ആയിരിക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ബുഷി പോട്ട് എന്ന് പറയുന്നത് കലാത്തിയ ഡോത്തിയുടെ പ്ലാന്റുകളാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. വേര് കണ്ടില്ലേ, നല്ലപോലെ ഇരുന്ന് വളർന്നിട്ടുള്ള പ്ലാന്റുകളാണ്. 330 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. അത് ഞാൻ ഈ വീഡിയോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ലപോലെ വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ഇപ്പോൾ ആ പോട്ടിൽ നിന്ന് അത് മാറ്റേണ്ട സമയമായിട്ടുണ്ട്. അത്രയ്ക്ക് അത് വളർച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വേറൊരു പോട്ടി മിക്സിലോട്ടൊക്കെ മാറ്റി വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ്. 330 രൂപയാണ് ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ്. ദോത്തിയൊക്കെ നമുക്ക് കുറച്ച് പോട്ടുകളേ ഉള്ളൂ. ഇനിയുള്ളത് റോസിയ പിക്റ്റ റോസിയുടെ പ്ലാന്റുകളാണ്. റോസിയുടെ പ്ലാന്റ്സ് അറിയാമല്ലോ, ഇതിന് ഒരുപാട് പൊക്കം വയ്ക്കുന്ന പ്ലാന്റുകളല്ല, ഹൈറ്റ് കുറഞ്ഞ് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇതിൻ്റെ കളർ പാറ്റേൺ ആണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. കണ്ടില്ലേ, ഇതേപോലെ തന്നെ ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. 330 ഈ ബുഷി പ്ലോട്ടിൻ്റെയും പ്രൈസ്. റോസിയാണ്, കലാത്തിയ റോസിയുടെ പ്ലാന്റുകളാണ്. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. നല്ലപോലെ റൂട്ട്സൊക്കെ ഉള്ള പ്ലാന്റുകളാണ്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ കലാത്തിയ പീക്കോക്കിൻ്റെ പ്ലാന്റുകളാണ്. 140 രൂപയാണ് ഈ ഒരു പോട്ടിൻ്റെ പ്രൈസ്. ഇതും ഒർണാട്ട പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. 140 ഈ പോട്ടിൻ്റെ പ്രൈസ്. ഇത്രയും ഷൂട്ട്സ് ആയിരിക്കും ഉള്ളത് ഓരോ പോട്ടിലും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. 140 രൂപയാണ് ഈ പോട്ടിൻ്റെ പ്രൈസ്.
ഇതിന് നമുക്ക് സിംഗിൾ ഷൂട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കുറേ ഷൂട്ട്സ് ഒരുമിച്ച് ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പോട്ടിൽ കാണുന്ന അതേ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും. 140 ഇതിൻ്റെ പ്രൈസ്. ഇനി അടുത്തത് മറ്റൊരു കലാത്തിയ വെറൈറ്റിയാണ്. കലാത്തിയ ചാർലി എന്നാണ് ഇതിൻ്റെ പേര്. ഈ പ്ലാന്റിന് ഈ ഗ്രീൻ കളർ മാറിയിട്ട് യെല്ലോ കളർ, വെയിലിൻ്റെ അനുസരിച്ച് ലൈറ്റിൻ്റെ അനുസരിച്ച് യെല്ലോ കളർ കയറി വരുന്ന പ്ലാന്റുകളാണ്. വെയിലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇത് വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത്. കലാത്തിയ പ്ലാന്റ്സിന് വെയിൽ ആവശ്യമില്ല. വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീവ്സൊക്കെ കരിഞ്ഞു പോവും. വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് വെച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ലൂസായിട്ടുള്ള പോട്ടി മിക്സ് യൂസ് ചെയ്യണം. ഇനി കലാത്തിയ ഫ്രെഡിയാണ്. ഫ്രെഡിയുടെ ഇതേ സൈസിലുള്ള പോട്ടിന് 140 രൂപയാണ്. കലാത്തിയ ഫ്രെഡിയുടെ പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക. 140 ഈ ഓരോ പോട്ടിൻ്റെയും പ്രൈസ്. ഇത്രയും ഷൂട്ട്സ് ആയിരിക്കും ഉള്ളത്. ഇനി നമുക്ക് അടുത്ത കലാത്തിയ വെറൈറ്റി നോക്കാം. അടുത്തത് ഒരു ബുഷി പോട്ട് തന്നെയാണ്. റാറ്റിൽ സ്നേക്കാണ്. റാറ്റിൽ സ്നേക്കിൻ്റെ ബുഷി പോട്ടാണ്. ഇതിനും 320 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. നേരത്തെ കാണിച്ച ബുഷി പോട്ടുകൾക്ക് 330, ഇതിന് 320 ഇതിൻ്റെ പ്രൈസ്. ഇതിപ്പോൾ ഈ ഒരു ചെറിയ പോട്ടിലിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെക്കുന്ന പോട്ടിൻ്റെ അനുസരിച്ച് ഇതിന് നല്ല രീതിയിൽ വലിപ്പം വെക്കുന്ന പ്ലാന്റുകളെയാണ്. ഹൈറ്റല്ല, നല്ല രീതിയിൽ ബുഷായിട്ട് വളരുന്ന പ്ലാന്റുകളാണ്. ഇതിൻ്റെ ലീഫ് പാറ്റേണും നല്ല അട്രാക്റ്റീവായിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ്. ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. പിന്നെ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ലൈക്ക് ചെയ്യുക. പ്ലാൻസിനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ബൈ.